ലോക്കൽസിനെ കയറ്റി പോകും. അണ്ണാ ഒന്നും പേടിക്കാല്ല, കള്ളനാണ് വണ്ടിയിലുള്ള ഒരു പ്രശ്നമില്ല. സരക്കെ ഒരു വണ്ടി എടുത്ത് പുറകെ ഒരു വണ്ടി എടുത്ത് പുറകെ സരക്കെ ഒരു വണ്ടി എടുത്ത് പുറകെ ഞാൻ ഫ്രണ്ടിൽ നിർത്താവേ. ഞാൻ ഫ്രണ്ടിക്കാവേ. സാൻഡിയിലോട്ടാണ് അപ്പൊ നമ്മള് പോകുന്നത്. എന്റെ വണ്ടിയുടെ പുറകെ വന്നാൽ മതി. ഈ വണ്ടിയുടെ പുറകെ വന്നാൽ മതി. ഞാൻ വെയിറ്റ് ചെയ്തു. എന്തോ സ്പീഡ് എടാ ഞാൻ എല്ലാ വണ്ടി ഓടിക്കാന്നൊക്കെ പറഞ്ഞാണ് വന്നത്. ഇന്നാ ചന്ദ്ര ഇന്നലെ വരുമായിരുന്നു. ഇന്നലല്ലോ മിനിയാന്ന്. അച്ഛനല്ലേ അഡ്മിൻ ബാരി മാറ്റി തരുന്നല്ലേ. വണ്ടിയെല്ലാം വന്നു. മൂന്ന് വണ്ടി ഉള്ളു. ചന്ദ്ര 2 ദിവസം കഴിഞ്ഞ് ചന്ദ്രന് എല്ലാ വണ്ടി ഓടിക്കാലോ. പ്രശ്നമില്ല, ഇപ്പഴും ഓടിക്കാൻ വേണ്ടി. ഹലോ വില്ലുമാട്ടെ, ഒന്നും പറയാൻ താല്പര്യം. ദുബായിൽ എപ്പോഴാ വരുന്നത് ബ്രോ? ഈ 7-ാം മാസത്തില് ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ള വൈഫിനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിട്ടുള്ള ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാൻ ദുബായി പോകത്തുള്ളൂ. എല്ലാരും വന്നോ? എന്റെ പുറകെ വരണേ. ആ വണ്ടി കയറി എന്റെ പുറകെ വന്നാൽ മതി. സരക്ക് എവിടെ? ഓക്കെ. വാ. എന്താണ് ഒരു ചെവി കേൾക്കുന്നതാണോ? അത് വോയിസ് ബഗ്. 7 month ആയോ? 7-ാമത്തെ മാസം ഇപ്പം. അത് കുഴപ്പമില്ല. ആരായിട്ടാ സിറ്റുവേഷൻ ഒന്നും അല്ല ബ്രോ. സിറ്റുവേഷൻ ഒന്നും അല്ല. ചിൽ. എങ്ങനെയുള്ള പിന്നെ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര സമാധാനം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അത് അങ്ങനെ തന്നെ പോയാ മതിയായിരുന്നു. നീ എന്നോട്ട് വന്നേ? ഞാൻ ഇന്നോട്ട് എല്ലാ ദിവസവും ഉണ്ടാവല്ലേ? ഓക്കെ. ബാനൊന്നും മേടിക്കല്ലേ കേട്ടോ. ഇല്ല ഇനി ബാനൊന്നും മേടിക്കില്ല. തന്തൊക്കെ വിളിച്ചാൽ പോലും ഞാൻ കേട്ടോണ്ടിരിക്കും. പക്ഷെ എന്നെ പറഞ്ഞ നീ പ്രതികരിക്കണോടാ. അതാണ് അത് പ്രതികരിക്കണം. അത് പ്രതികരിച്ചാണല്ലോ. അതെ. അതുകൊണ്ട് ഞാൻ ഇനി ഒരു ഗ്യാങ്ങിനെ വിളിക്കൂലെന്ന് ഞാൻ തീരുമാനിച്ചു. ആണല്ലേ? ജോക്കി ആണെങ്കിൽ ഞാൻ ഇത്രയും ടൈം ഡിലേ ചെയ്ത് അവിടെ വരെ പോകും തോന്നുന്നുണ്ടോ ഗൈസ്? ജോക്കി എന്നെ പണ്ണിയനെ. അവനാണ് കൂട്ടത്തിൽ ഇപ്പൊ കിട്ടാ നടക്കണ. അവരെല്ലാം പുറയിലുണ്ടോ? വലുതാണോ? ഒരു സർപ്രൈസ് ആണ്. നിനക്ക് വേണ്ട. ഞാൻ പറഞ്ഞ കൂടി പോകണ്ട മൈൽസേ. മൈൽസിന് വേണം. അതുകൊണ്ടെന്ന് ഇൻബിൽറ്റ് ആയിട്ടുള്ളത്. ഒരേപോലെ ഈ ലൈറ്റൊക്കെ ഞാൻ ഇട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീല ലൈറ്റ് കണ്ണാൻ വെച്ചാണോ? ആ പിന്നല്ലാതെ. അണ്ണനിലൊരു കോട്ടയും കൊണ്ടുവന്ന് രാത്രി മണ്ടനൊക്കെ എടുത്ത് ഗ്യാഗ് വെച്ചേക്കണം. ചീത്ത പറയുന്നത് നിന്നെ. എല്ലാവരും വെയിറ്റ് ചെയ്യണം. പടക്കം ആ മത്താപ്പൂ ഫോളോ ചെയ്ത് പറയാ. പോട്ടെ. ഓക്കെ എല്ലാവരും വെയിറ്റ് ചെയ്യണം. പ്ലീസ് വെയിറ്റ് ചെയ്യണം. ആ മത്താപ്പൂവിന്റെ മേള അവിടെ. എനിക്ക് മത്താപ്പൂ കത്തിച്ചേട്ടാ അതിന്റെ ഫ്രണ്ടിലാണ് കാല് കവച്ച് വെച്ചേക്കണം അല്ലേ?
കാർണേജ് അല്ല, കാർണേജിന്റെ അപ്പനെ കൊണ്ടുവന്നു. പൂർണ്ണേജ് എന്താ ചന്ദ്ര? ഓക്കെ പറയാ. ഇതെന്താ വണ്ടിയാണ്? എന്താ വണ്ടിയാണ്? വണ്ടിയല്ല, അണ്ടിയാണ്. അണ്ണ ആയിരിക്കും വില്ല് മോനാ? അതെണ്ണത്തിന്റെ കുറവാണ്. ഇതാ നിക്കിന് 50 രൂപ തടുക്കെടുത്തേക്കുന്നത്. വാ എല്ലാരും വാ. അമ്പോ അമ്പത്തൂര് എന്താ ദീപാവലിയാ? പൊള്ളാച്ചി തിറക്കിയാ കമ്മ തേനി വക്കത്ത് നിന്നാരെ കണ്ണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് അമ്പത്തൂരിന്റെ ഒരു പ്ലാൻ ആയിരുന്നു ഇത്. ശരിക്കും പറഞ്ഞത് അമ്പത്തൂരിന്റെ പ്ലാനാണ്. അമ്പത്തൂരാണ് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്. അപ്പൊ എല്ലാം സെറ്റാക്കിയിട്ട് അമ്പത്തൂരാണ് നമ്മളത് കാര്യം അറിയിച്ചത്. ബാക്കിയൊന്നും ഞാൻ പറയണില്ല. ബാക്കിയൊക്കെ അമ്പത്തൂര് അങ്ങ് നമുക്ക് അമ്പത്തൂര് ഒന്നും പറയണ്ട. നേരെ അങ്ങ് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ എല്ലാരും നമ്മുടെ ഗാരേജ് ഞാൻ ഇതെല്ലാം കണ്ടതാ. നിങ്ങൾ കണ്ടോ? എല്ലാരും ഇങ്ങോട്ട് വരുമോ? ബാബു രായ ഒന്നിങ്ങോട്ട് വന്നേ. എടാ ഇത് കാണിച്ചു കഴിയുമ്പോ സാറൊക്കെ ഒരു മിനിറ്റ് പോരാ. ഇത് കാണിച്ചു കഴിയുമ്പോ നീ നൈസായിട്ട് അവനൊന്ന് എടുത്തു കൊടുക്കണം കേട്ടാ. അങ്ങനല്ല, വണ്ടി എടുത്തു കൊടുക്കണമെന്ന്. എനിക്ക് ആ വണ്ടി അതിന്റെ താഴെ നിന്നാണ് വരുന്നത്. ഇല്ല അങ്ങനല്ല. വാ അമ്പത്തൂര് ലെറ്റ്സ് ഗോ. റെഡി. വീഡിയോ ആണോ വണ്ടിയാണോ? വീഡിയോ പുതിയ കൊണ്ടതാണ്. പറ്റുന്നുണ്ടോ? പുതിയ ഗ്യാങ് വണ്ടിയാ? ട്രെൻഡിങ് ആയി. നോക്കിക്കോളെ ഇതിന്റെ ആ ഇവന്റ് ഇത്രയും കിടലമായിട്ട് നമുക്ക് നടത്തി തന്നതിന് നിന്റെ ആ കഷ്ടപ്പാടിന് വേണ്ടി നിനക്ക് നമ്മുടെ സൈഡിൽ നിന്നൊരു ഗിഫ്റ്റ് രായ. സാധനം നോക്കിക്കോ. രായന് കസ്റ്റം വണ്ടി ഇല്ലടാ. ഞാൻ അതാ പറഞ്ഞത്, രായന് കസ്റ്റം വണ്ടി ഇല്ല കൈസ്. അത് കോപ്പിറൈറ്റ് ഉണ്ട്, അതാണ് അങ്ങനെ ഇട്ടത്, വേറെ ഒന്നുമല്ല. അവൻ കൊറേ കഷ്ടപ്പെട്ടതാ. അവൻ ഇതുവരെ അങ്ങനെ കസ്റ്റം വണ്ടികളൊന്നും അവന് സത്യം പറയാലോ കസ്റ്റം വണ്ടികളൊന്നും അവന് വലുതായിട്ട് ഇല്ല. അവൻ ഒരു സർഗേ ഇത് അമ്പത്തൂരിന്റെ പ്ലാനാണ് കേട്ടാ മൊത്തം. വണ്ടി